ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2024 ഫെബ്രുവരിയിൽ നടന്ന 5ാം ക്ലാസ് പൊതുപരീക്ഷയുടെ തജ്വീദുൽ ഖുർആനിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നാമത്തെ ചോദ്യം കോളത്തിൽ ശരിയടയാളപ്പെടുത്താനാണ്. ഹാ ഉൽ ലമീറിനെ നീട്ടി ഓതണം. എപ്പോഴാണ് ഹാ ഉൽ ലമീറിനെ നീട്ടി ഓതേണ്ടത്? ഹാ ഉൽ ലമീറിന് മുമ്പോ ശേഷമോ ഹർക്കത്ത് വന്നാൽ ഹാ ഉൽ ലമീറിനെ നീട്ടി ഓതണം. ഹാ ഉൽ ലമീറിന് മുമ്പും ശേഷവും ഹർക്കത്തുണ്ടെങ്കിൽ ഹാ ഉൽ ലമീറിനെ നീട്ടി ഓതണം. ഒരു അലിഫിൻ്റെ കതിർ നീട്ടി ഓതണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഹാ ഉൽ ലമീർ. അപ്പോൾ ഇവിടെ ഏതാണ് വന്നത്? ഹാ ഉൽ ലമീറിനെ നീട്ടി ഓതിയതിന് വ അംറഹു ഇല. വ അംറഹു ഇല എന്നതാണ് അവിടെ ശരി അടയാളപ്പെടുത്തേണ്ടത്. അപ്പം നമുക്ക് അതാണ് ഹാ ഉൽ ലമീർ. ഇവിടെ വ നറാഹു, വ നറാഹു കരീബ. ഇവിടെ വ നറാഹു എന്നതിൽ റായിനെ നീട്ടാൻ ഇവിടെ ഒരു അലിഫ് വരുന്നുണ്ട്. അപ്പോൾ അലിഫ് എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള ഒരു അക്ഷരം തന്നെ, ഒരക്ഷരമാണ് വനറ. അപ്പോൾ ഇവിടെ ഹ ഇന്ന മുമ്പ് സുക്കൂനുള്ള അക്ഷരം ആയതുകൊണ്ട് നമ്മളിവിടെ ഹ ഇനെ നീട്ടൂല. പിന്നെ ലഹുൽ മുൽക്കു, ഹ ഇന് ശേഷം സുക്കൂന് വന്നു. അപ്പോൾ ഇവിടെ നീട്ടി ഓതൂല. വ അംറഹു ഇല, ഹു ഇവിടെ ലൊമ്മ വന്നു, ഇവിടെ ഇല എന്നതിൻ്റെ ഹർക്കത്ത് കസറും വന്നു. അപ്പോൾ ഇതാണ് ഇവിടെ ശരി ഉത്തരം. മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഹാ ഉൽ ലമീറിനെ നീട്ടി ഓതിയതിൻ്റെ ഉദാഹരണം, നീട്ടാതെ ഓതിയതിൻ്റെ ഉദാഹരണം വരികയാണെങ്കിൽ സുക്കൂന് വന്നത് നോക്കിയാൽ മതി. മനസ്സിലാക്കുക. അടുത്തത് റായിനെ തർക്കീക്ക് ചെയ്ത് ഉച്ചരിക്കണം. റായിനെ തർക്കീക്ക് ചെയ്ത് ഉച്ചരിക്കണം. എപ്പോഴാണ്? ഇവിടെ അബ്ഷിർ ബിഹി, അബ്ഷിർ ബിഹി എന്നതിലാണ്. റായിന് സുക്കൂനുള്ള റായിന് മുമ്പ് ഹർക്കത്ത് കസറായത് കാരണം ഇവിടെ തർക്കീക്ക് ചെയ്താണ് ഉച്ചരിക്കേണ്ടത്. ഇവിടെ എന്താണ്? അല്ലദിർത്തല. അപ്പോൾ ഇവിടെ അല്ലദിർത്തല എന്നിടത്ത് തഫീമാണ്. ഇർത്തല. അവിടെ റായിന് സുക്കൂനും അതിന് മുമ്പും സുക്കൂൻ തന്നെയാണ് വന്നത്. മനസ്സിലായില്ല? അത് അപ്പോൾ ഇവിടെ തർക്കീക്ക് ചെയ്തതിന് അബ്ഷിർ ബിഹി, അബ്ഷിർ ബിഹി. സുക്കൂനുള്ള റായ അതിന് മുമ്പ് കസറായത് കാരണം. പിന്നെ ചേർത്ത് ഇസ്തിലായിൻ്റെ ഹർഫ് ഇല്ലതാനോ, അതേ കലിമത്തിൽ ഇസ്തിറായിൻ്റെ ഹർഫ് ഇല്ലതാനോ. അപ്പോൾ അതവിടെ നമ്മൾ തർക്കീക്ക് ചെയ്താണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ അവിടെ അബ്ഷിർ ബിഹി എന്നത് നമുക്ക് ശരിയടയാളപ്പെടുത്താം. അടുത്തതെന്താണ്? അലിഫിനെ തഫീം ചെയ്ത് ഉച്ചരിക്കണം. അലിഫിനെ തഫീം ചെയ്ത് ഉച്ചരിക്കണം. എന്താണ്? അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? റുഹാൻ, റുഹാൻ എന്ന് വരാൻ കാരണം എന്താണ്? അവിടെ ഹ ഇസ്തിലായിൻ്റെ അക്ഷരമാണ്. ഇസ്തിലായിൻ്റെ അക്ഷരങ്ങളെ എപ്പോഴും തഫീം ചെയ്യണം. അപ്പോൾ ആ അക്ഷരത്തെ നീട്ടാൻ വരുന്ന, ഇസ്തിലായിൻ്റെ അക്ഷരങ്ങളെ നീട്ടാൻ വരുന്ന അലിഫ്, വാവ് എന്നിവയെ തഫീം ചെയ്യണം നമ്മൾ പഠിച്ചു. ഇസ്തിലായിൻ്റെ ഹർഫുകളെ നീട്ടാൻ വരുന്ന അലിഫ്, വാവിനെയും നമ്മൾ തഫീം ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റുഹാൻ, ഹാൻ. അപ്പോൾ അവിടെ അലിഫിനെ തഫീം ചെയ്തതിന് ഉദാഹരണം ഇതാണ്. ഇവിടെ സലാമുൻ, സലാം എന്നുള്ള ലാമിനെയാണ് നീട്ടിയത്. അപ്പോൾ അവിടെ ഇത് ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ്. അതേപോലെ സുബാത്തൻ, ബാ, അതും ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ്. അപ്പോൾ മനസ്സിലാക്കി പഠിക്കട്ടോ. ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളെ നീട്ടാൻ വരുന്ന അലിഫിനെയും വാവിനെയും തർക്കീക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചോദ്യം തിരിച്ചു വരികയാണെങ്കിൽ ഇങ്ങനെ സലാമുൻ ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളെ നീട്ടുന്ന അലിഫിനെയും വാവിനെയാണ് നമ്മൾ തർക്കീക്ക് ചെയ്യേണ്ടത്. അപ്പോൾ മനസ്സിലാക്കട്ടോ. ഇസ്തിലായിൻ്റെ അക്ഷരങ്ങൾ ഹുസ്സലാത്തിൻ കിളി, അതല്ലാത്ത ബാക്കി എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്. മനസ്സിലാക്കി പഠിക്കാം. അടുത്തത് അലിഫ് ലാമിനെ, അലിഫ് ലാമിനെ ഇദ്ഗാം ചെയ്ത് ഓതണം. എപ്പോഴാണ് അലിഫ് ലാമിനെ ഇദ്ഗാം ചെയ്ത് ഓതേണ്ടത്? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഷംസിയായ ഹർഫുകളെ കുറിച്ചിട്ടും കമരിയായ ഹർഫുകളെ കുറിച്ചിട്ടും. അപ്പോൾ അലിഫ് ലാമിനെ ഇദ്ഗാം ചെയ്ത് ഓതേണ്ടത് ഷംസിയായ ഹർഫുകൾക്കാണ്. അപ്പോൾ ഇവിടെ വൽ ഫജ്ർ, വൽ ഫജ്ർ എന്ന് പറയുമ്പോൾ നമ്മൾ അലിഫ് ലാം ഉച്ചരിക്കും. അപ്പോൾ ഇത് കമരിയയാണ്. വൽ അസർ, അവിടെ നമ്മൾ അലിഫ് ലാം ഉച്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഇതും കമരിയയാണ്. വത്താരിക്ക്, വത്താരിക്ക്, ഇതാണ് ഇവിടെ ഷംസിയായത് വന്ന് തോ. അവിടെ നമ്മൾ അലിഫ് ലാമിനെ
തോയിലേക്ക് ഇദാം ചെയ്താണ് ഓതിയത്, വത്താരിഖ്. അപ്പോൾ അത് മനസ്സിലാക്കി ഇതുപോലെ മറ്റുള്ള ഉദാഹരണങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അലിഫ്ലാമിനെ ഇദാം ചെയ്ത് ഓതിയതാണ്. അപ്പോൾ ഇതുപോലെ തിരിച്ചു വരികയാണ് അലിഫ്ലാമിനെ ഇദാം ചെയ്യാതെ ഓതിയത്. അപ്പോൾ അതുപോലെ കമരിയൻ്റെ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതാണ് അവിടെ ശരി അടയാളപ്പെടുത്തേണ്ടത്, മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? റസ്മുൽ ഉസ്മാനിയിൽ ബദലിന് ഉദാഹരണം. ബദലിന് ഉദാഹരണം ഇവിടെ എന്താ വന്നത്? ബദൽ എന്ന് പറഞ്ഞാൽ ഒരക്ഷരത്തിന് പകരം മറ്റൊന്ന് കൊണ്ടുവരലാണ്. ഒരക്ഷരത്തിന് പകരം മറ്റൊന്ന് കൊണ്ടുവരലാണ്. അപ്പോൾ ഇവിടെ മറ്റൊന്ന് കൊണ്ടുവന്നത് ഇവിടെ സ്വലാത്ത്. സ്വലാത്ത് എന്നതിൽ ലാമിൻ്റെ കൂടെ ഇവിടെ വാവും കൊണ്ടുവന്നിട്ടുണ്ട്, അലിഫിൻ്റെ കൂടെ വാവും. അപ്പോൾ ഇതാണ് ഇവിടെ ബദലിന് ഉദാഹരണമായിട്ട് വന്നത്, സ്വലാത്ത്. അപ്പോൾ മനസ്സിലാക്കട്ടോ. ഇതുപോലെ അതിൽ വന്ന ഹദഫ്, സിയാദ, ഹംസയുടേത്, വസ്ലി, ഫസ്ലി, അതൊക്കെ ആ പാഠത്തുനിന്ന് മനസ്സിലാക്കി പഠിക്കുക. ഇനി പരീക്ഷയ്ക്ക് റിവിഷനായിട്ട് ഇത് പഠിക്കുന്നവർ മനസ്സിലാക്കുക. അടുത്തത് ബായിനെ മീമിൽ ഇദാം ചെയ്ത് ഓതണം. ബായിനെ മീമിൽ ഇദാം ചെയ്ത് ഓതേണ്ടത്, അതിന് ഉദാഹരണം ഏതാണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇർക്കബ് മഅന, ഇർക്കബ് മഅന എന്നതാണ് അവിടെ ബായിനെ മീമിൽ ഇദാം ചെയ്ത് ഓതിയതിന് ഉദാഹരണം. നമ്മൾ ഇദാമിൻ്റെ 3 രൂപങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരക്ഷരത്തെ ശേഷം വന്ന ഹർക്കത്തുള്ള ഒരക്ഷരത്തിലേക്ക്, അതായത് സാക്കിനായ ഒരക്ഷരത്തെ ശേഷം വന്ന ഹർക്കത്തുള്ള അക്ഷരത്തിലേക്ക് ചേർത്ത് ശബ്ദ ചെയ്ത് ഓതുന്നതിനാണ് ഇദാം എന്ന് പറയാം. അപ്പോൾ ഇദാം തന്നെ എന്താണ്? മഹറജും സിഫത്തും നോക്കിയിട്ട് അക്ഷരങ്ങളെ മുത്തമാസിലാനി എന്നും മുത്തകാരിബാനി എന്നും മുത്തജാനിസാനി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിൽ മുത്തജാനിസാനിയാണ് ഇർക്കബ് മഅന എന്നാൽ. അവിടെ മഹ്റജിൽ ഒന്നിക്കുകയും സിഫത്തിൽ വ്യത്യാസമാവുകയും ചെയ്തിട്ടുണ്ട്. മഹ്റജിൽ യോജിക്കുകയും സിഫത്തിൽ വ്യത്യാസപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അവിടെ ഇർക്കബ് മഅന എന്നത്. സാക്കിനായ ഒരക്ഷരത്തെ അടുത്ത ഹർക്കത്തുള്ള ഒരക്ഷരത്തിലേക്ക് ചേർത്ത് ഇദാം ചെയ്തു, മനസ്സിലാക്കുക. ഇവിടെ സാക്കിനായ അക്ഷരമില്ല, മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ചേരുംപടി ചേർക്കാനാണ്. അപ്പോൾ ഇവിടെ എന്താ വന്നത്? റായിനെ തർക്കീക്ക് ചെയ്തു. റായിനെ തർക്കീക്ക് ചെയ്തതിന് ഉദാഹരണം നമ്മൾ സമീഉം ബസീർ, അവിടെ വഖഫിൻ്റെ കാരണത്താൽ റായിനെ ബസീർ എന്നുള്ളത് നമ്മൾ ബസീർ എന്ന് പറഞ്ഞിട്ട് തർക്കീക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ സി നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. അടുത്തതാണ് അലിഫിനെ തഫീം ചെയ്ത്. അലിഫിനെ സ്തീലായിൻ്റെ ഹർഫിനെ നീട്ടാൻ വന്ന അലിഫിനെയാണ് തഫീം. അപ്പോൾ ഇവിടെ മർലോത്തി, ലോ സൊലോത്തിൻ ലോയിനെ ലോത്തില്ല. അപ്പോൾ അവിടെ അതിൻ്റെ ഈ നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. അടുത്തത് എന്താണ്? വാവിനെ തഫീം ചെയ്തു. വാവ്, വാവ് കൊണ്ട് നീട്ടിയത് എന്താ? മഷ്തൂർ, തൂ ഹുസലോത്തിൻ കിളി എന്നതിൽ തോയിനെ വാവ് കൊണ്ട് നീട്ടുന്നു, മനസ്സിലാക്കുക. തൂ എന്ന്. അപ്പോൾ അതിൻ്റെ നമുക്കവിടെ എഴുതി കൊടുക്കാം. അടുത്തതാ ഹ ഉൽ ലമീറിനെ നീട്ടി ഓതി. നീട്ടി ഓതിയതിന് ഉദാഹരണം ഇവിടെ ബിഹി നക്കുക, ഹർക്കത്തുകൾ വന്നിട്ടുണ്ട് ഹായിന് ശേഷം, മനസ്സിലാക്കുക. അപ്പം അതിൻ്റെ ബി എഴുതാം. അടുത്ത ഹ ഉൽ ലമീറിനെ നീട്ടാതെ ഓതി, സുക്കൂന് വരിക. ഹ ഇൻ ലമീറിന് ശേഷം സുക്കൂന് വന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഡി നമുക്കവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് അത്. അടുത്ത ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. എന്താണ് വന്നത്? റായിന് കസറാണെങ്കിൽ റായിനെ ഡേഷ് ഓതണം. എന്താണ്? കസറാണെങ്കിൽ റായിനെ തർക്കീക്ക് ചെയ്ത് ഓതണം. തർക്കീക്ക് ചെയ്ത് ഓതണം. അടുത്തതാ വിഫാക്കൻ. വിഫാക്കൻ എന്നതിൽ ഫായിന് ശേഷമുള്ള അലിഫിനെ, ഫായിന് ശേഷമുള്ള അലിഫിന് എന്താണ്? ഫാ എന്നതിനെ നീട്ടാൻ. ഫാ ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ്. അപ്പം അതിന് വന്ന അലിഫിനെ തർക്കീക്ക് ചെയ്ത് ഓതണം. ഇവിടെ രണ്ടോടത്തും തർക്കീക്ക് തന്നെയാണ് കേട്ടോ വന്നത്. ഇവിടെ റായിന് കസറാകുമ്പോൾ റായിനെ തർക്കീക്കാക്കി ഓതണം, തർക്കീക്ക് ചെയ്ത് ഓതണം, അങ്ങനെ എഴുതാം. അടുത്തത് എന്താണ്? ബൽ റബ്ബുക്കും എന്നതിൽ ഡാഷിനെ റായിൽ ഇദാം ചെയ്യണം, ലാമിനെ റായിൽ ഇദാം ചെയ്യണം. അത് മനസ്സിലാക്കുക. ലാമിനെ റായിലേക്ക് മുത്തകാരിബാനിയാണ്, മനസ്സിലാക്കട്ടാ. മുത്തകാരിബാനിയാണ്. ഖാഫും ലാമും റാവും ആണ്.
നമ്മുടെ ഖിറാഅത്തിൻ്റെ ഇമാമ് ആസിം റഹിമഹുല്ലാഹു ഇദ്ഗാം ചെയ്തിട്ടുള്ളൂ. ഈ രണ്ടക്ഷരങ്ങൾ മാത്രമാണ്, കാഫിനെയും കാഫിലേക്കും ലാമിനെ റായിലേക്കും. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? അവിടെ ലാമിനെ റായിലേക്ക് അത് എഴുതാം. ഹിജ്റ ഡേശാം വർഷത്തിലാണ് ഖുർആൻ ഒരു മുസ്ഹഫിൽ ക്രോഡീകരിച്ചത്. ഹിജ്റ 12-ാം വർഷത്തിലാണ്. ഹിജ്റ 12-ാം വർഷത്തിലാണ് ഖുർആന് ഒരു മുസ്ഹഫിൽ ക്രോഡീകരിച്ചത്. മുസ്ഹഫിൻ്റെ കോപ്പികൾ ഇറങ്ങിയതാണ് എത്രയാ? ഹിജ്റ 25-ാം വർഷം. 25-ാം വർഷം മുസ്ഹഫിൻ്റെ പല കോപ്പികളും പല സ്ഥലങ്ങളിലേക്കും അയച്ചു, വിവിധ നാടുകളിലേക്ക് അയച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത്. അത് 25-ാം വർഷം. അപ്പം നമുക്ക് ഇവിടെ എഴുതേണ്ടത് ഹിജ്റ 12-ാം വർഷത്തിലാണ് മുസ്ഹഫിലായി ക്രോഡീകരിക്കപ്പെട്ടത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. മനസ്സിലാക്കുക. അടുത്തത് ഇല്ലൊലംതും എന്നതിൽ ഡേഷ് എന്ന അക്ഷരത്തെയാണ് ഇദ്ഗാം ചെയ്തത്. ദാലിനെ ലോയിലേക്ക് ഇദ്ഗാം ചെയ്തു. ഇവിടെ അപ്പോൾ ഇവിടെ മുത്തജാനിസാനി ഇല്ലൊലംതും ദാലും ലോവും. അപ്പോൾ ഇവിടെ എന്നതിൽ ദാലിനെ ലോയിലേക്ക് ഇദ്ഗാം ചെയ്തു. മനസ്സിലാക്കുക. അടുത്തത് ഹാ ഉൽ ലൊമീറിന് തൊട്ട് മുമ്പ് സുക്കൂന് വന്നാൽ ഹാ ഉൽ ലൊമീറിനെ നീട്ടാതെ ഓതണം. ഹാ ഉൽ ലൊമീറിന് തൊട്ട് മുമ്പ് സുക്കൂന് വന്നാൽ ഹാ ഉൽ ലൊമീറിനെ നീട്ടാതെ ഓതണം. അപ്പോൾ അവിടെ സുക്കൂന് വന്നാൽ ഹാ ഉൽ ലൊമീറിനെ നീട്ടാതെ ഓതണം. മനസ്സിലാക്കുക. അടുത്തതിന് ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. ഇല്യാസീൻ റസ്മുൽ ഉസ്മാനി ഏതാണ് എന്നാണ്. ഇത് രണ്ട് രീതിയിൽ ഇവിടെ ഇല്യാസീൻ തന്നിട്ടുണ്ട്. ഇതിലേതാണ് റസ്മുൽ ഉസ്മാനി എന്നാണ്. ഇതിലേതാണ്? ഇല്യാസീൻ. ഇതാണ് രണ്ടാമത്തെ, അതാണ് ശരിയുള്ളത്. അപ്പോൾ അത് എടുത്തിട്ട് അങ്ങോട്ട് എഴുതാം. റസ്മുൽ ഉസ്മാനിലെ ഫസ്ലാണ്. ഫസ്ല് ചേർത്ത് എഴുതേണ്ടതിനെ രണ്ടായി പിരിച്ചെഴുതിയതാണ്. ഇത് കിയാസ് സാധാരണ എഴുത്ത് രീതി, റസ്മുൽ ഉസ്മാനി എഴുത്ത് രീതിയാണ്. ഇത് മനസ്സിലാക്കുക. ഇതുപോലെ മറ്റുള്ളതൊക്കെ പാടത്തുനിന്ന് മനസ്സിലാക്കുക. ഫസ്ലും ഇത് ഫസ്ല്, ഇനി വസ്ല് വരുന്നുണ്ട്. അതുപോലെ മനസ്സിലാക്കി പഠിക്കുക. അപ്പം നമുക്ക് ഇതുപോലെ ചോദ്യം വന്നാൽ എഴുതാൻ കഴിയണം. അടുത്തത് ബിറൂഹി യുരീദു അറാദ. ഇതിൽ റായിനെ തർക്കീക്ക് ചെയ്തതിന് ഉദാഹരണം. ബിറൂഹി യുരീദു അറാദ. ഇതിൽ തർക്കീക്ക് ചെയ്തത് യുരീദു, റായിന് കസറായ യുരീദു എന്നതാണ് തർക്കീക്ക് ചെയ്തത്. മനസ്സിലാക്കുക. റൂ എന്നതിന് ലൊമ്മ വന്നു, റാ എന്നുള്ളതിന് ഫത്ഹും വന്നു. അപ്പോൾ അതൊന്നും തർക്കീക്ക് ചെയ്യൂല. മനസ്സിലാക്കുക. അടുത്തതാ ശംസിയായ ഹർഫുകൾ എത്ര? 14 ഹർഫുകളാണ്. അതുപോലെ തന്നെ കമരിയായ ഹർഫുകളും 14ആണ്. മനസ്സിലാക്കുക. അടുത്തത് അലം നഹ്ലുക്കും എന്നതിൽ ഏത് അക്ഷരത്തെ ഇദ്ഗാം ചെയ്യണം? ഏത് അക്ഷരത്തെയാണ്? കാഫിനെ കാഫിലേക്ക്. അപ്പോൾ കാഫ് എന്നത് അവിടെയൊക്കെ എഴുതിയാൽ മതി. കാഫ്. മനസ്സിലാക്കുക. മുത്തക്കാരിബാനി. ഇത് ആ മുത്തക്കാരിബാനിയാണ്. അടുത്തത് റായിന് കസ്റായതിനാൽ തർക്കീക്ക് ചെയ്തതിനൊരു ഉദാഹരണം എഴുതണം. റായിന് കസ്റായതിനാൽ തർക്കീക്ക് ചെയ്തതിന് ഉദാഹരണം നമുക്ക് ഇവിടെ തന്നെ എടുത്ത് എഴുതാം. യുരീദു എന്നല്ലേ. അതുപോലെ ഫരിഹ, റിജാലുൻ, അങ്ങനെയൊക്കെ നമുക്ക് പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് വേണമെങ്കിലും എഴുതാം. റായിന് കസ്റായതിനാൽ തർക്കീക്ക് ചെയ്തിട്ട് ഉദാഹരണമാണ്. അടുത്തത് എന്താണ്? ഈ ചിഹ്നത്തിന് പറയുന്നത് എന്താണ്? ഈ ചിഹ്നത്തിന് പറയുന്നത് എന്താണ്? യാ ഉസ്വൈറ എന്നാണ് ഈ ചിഹ്നത്ത് പറയുന്നത്. ഇതുപോലെ ചെറിയ വാവ് വരും. പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് വാവു സ്വൈറ എന്നാണ്. വാവു സ്വൈറ, യാ ഉസ്വൈറ. മനസ്സിലാക്കുക. അടുത്ത ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. അൽ മസീർ എന്നതിലെ റായിനെ തർക്കീക്ക് ചെയ്യാൻ കാരണം എന്തായിരുന്നു? ഇവിടെ മസീർ എന്നതിലെ റായിനെ തർക്കീക്ക് ചെയ്യാൻ കാരണം എന്തായിരുന്നു? സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള യാ വന്നു. മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ മസീർ എന്നതിൽ സുക്കൂനുള്ള യാ, ഈ സുക്കൂൻ ഇവിടെ കാണുന്നില്ലെങ്കിലും യാ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തൊരു യാ വന്നാൽ അവിടെ സുക്കൂനുള്ള യാ ആണ് കേട്ടോ.
അലിഫും യാവും വാവും ഒക്കെ അങ്ങനെ സുക്കൂനുള്ളൊരു അക്ഷരമാണ്, മനസ്സിലാക്കുക. നീട്ടാൻ വരുന്നത് അങ്ങനെ ആയിട്ട് മനസ്സിലാക്കണം നമ്മൾ കേട്ടോ. അപ്പോൾ ഇവിടെ മസീർ എന്നതിൽ റായിനെ തർക്കീക്ക് ചെയ്യാൻ കാരണം സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള യാ വന്നു. നമ്മൾ പാഠത്തിൽ മൂന്നാമത്തെ ഇതായിട്ട് പഠിച്ചിട്ടുണ്ട്. 4 കാര്യങ്ങൾ റായിനെ തർക്കീക്ക് ചെയ്യുന്ന 4 സന്ദർഭങ്ങൾ പഠിച്ചതിൽ മൂന്നാമത്തെ കാര്യമായിട്ടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ മനസ്സിലാക്കാം. അടുത്തത് വഇളാമൻ എന്നതിലെ അലിഫിനെ തഫീം ചെയ്യണം. കാരണം എന്താണ്? തഫീമിൻ്റെ അക്ഷരത്തെ നീട്ടാൻ വന്ന അലിഫായതുകൊണ്ട് അവിടെ അലിഫിനെ തഫീം ചെയ്യണം. അങ്ങനെ എഴുതാം. തഫീമിൻ്റെ അക്ഷരമായ ലോയിനെ നീട്ടാൻ വന്നത് കാരണമാണ് അവിടെ അലിഫിനെ തഫീം ചെയ്തത്. അങ്ങനെ എഴുതാം. മനസ്സിലാക്കുക. തഫീമും തർക്കീക്കും വന്നാൽ അക്ഷരം മനസ്സിലാക്കി പഠിക്കുക, എന്താന്ന് എഴുതാൻ കഴിയണം. അടുത്തത് ഷംസിയായ ഹർഫുകളിൽ നിന്ന് 8 എണ്ണം എഴുതണം. ഷംസിയായ ഹർഫുകൾ അറിയില്ല എല്ലാവർക്കും? അത് ഓർഡറിൽ തന്നെ അങ്ങനെ പറഞ്ഞ് പഠിക്കണം. എന്താണ്? താ ദാല് ദാല്, റാ സാ സീന് ഷീന്, സോദ് ലോദ്, തോ ലോ ലാമ് നൂന്. അപ്പം നമുക്ക് ഇവിടെ 8 എണ്ണം എഴുതാനാണ്, മനസ്സിലാക്കുക. അടുത്ത ഹാ ഉൽ ലമീറിനെ നീട്ടി ഓതണം. എപ്പോൾ ഹാ ഉൽ ലമീറിനെ നീട്ടി ഓതേണ്ടത് എപ്പോഴാണ്? ഹാ ഉൽ ലമീറിന് മുമ്പും ശേഷവും ഹർക്കത്തുകൾ ഉണ്ടെങ്കിൽ ഹാ ഉൽ ലമീറിന് ഒരു അലിഫിൻ്റെ കതിർ നീട്ടി ഓതണം, മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലെ ഹാ ഉൽ ലമീറിനെ നീട്ടാതെ ഓതണം എപ്പോൾ എന്ന് വെച്ചാൽ എന്താ എഴുതുക? ഹാ ഉൽ ലമീറിനെ നീട്ടാതെ ഓതേണ്ടത് ഹാ ഉൽ ലമീറിൻ്റെ തൊട്ടു മുമ്പോ ശേഷമോ സുക്കൂന് വന്നാൽ ഹാ ഉൽ ലമീറിനെ നീട്ടാതെ ഓതണം. അങ്ങനെ എഴുതുക, പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ഇദ്ഗാം എന്നാൽ എന്ത്? ഇദ്ഗാം എന്നാൽ എന്താണ്? സാക്കിനായ ഒരക്ഷരത്തെ ശേഷം വന്ന ഹർക്കത്തുള്ള അക്ഷരത്തിൽ ചേർത്ത് ശദ്ദ് ചെയ്ത് ഓതുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. സാക്കിനായ ഒരക്ഷരത്തെ ശേഷം വന്ന ഹർക്കത്തുള്ള അക്ഷരത്തിൽ ചേർത്ത് ശദ്ദ് ചെയ്യുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. മനസ്സിലാക്കുക. നിങ്ങളെ ഇദ്ഗാം എന്നൊരു പാഠത്ത് അതിനെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. അതിലെ 3 ഉദാഹരണങ്ങൾ 3 കാര്യങ്ങളും പറയുന്നത് മുത്തമാസിലാനി, മുത്തകാരിബാനി, മുത്തജാനിസാനി. അപ്പോൾ അത് 3 നന്നായി മനസ്സിലാക്കിയൊക്കെ പഠിക്കുക. അടുത്തത് യക്ഫുറൂന എന്നതിലുള്ള ഷംസിയായ അക്ഷരങ്ങൾ ഏതെല്ലാം? യക്ഫുറൂന എന്നതിൽ വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? യക്ഫുറൂന എന്നതിൽ യാ കാഫ് ഫാ റാ വാവ് നൂന്. അപ്പം അതിൽ ഷംസിയായ അക്ഷരം വന്നത് നൂന് റാ എന്ന 2 അക്ഷരങ്ങളാണ് യക്ഫുറൂന എന്നതിൽ വന്നത്, മനസ്സിലാക്കുക. അടുത്തതാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസഫിൻ്റെ പല കോപ്പികൾ തയ്യാർ ചെയ്തു. കാരണം എന്താണ്? മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ഇസ്ലാം വിവിധ നാടുകളിലേക്ക് വ്യാപിക്കുകയും ചെയ്തപ്പോഴാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസഫിൻ്റെ വിവിധ കോപ്പികൾ തയ്യാർ ചെയ്യാൻ കാരണം, മനസ്സിലാക്കുക. അടുത്തത് 5 വരിയിൽ കുറയാതെ എഴുതാൻ റസ്മുൽ ഉസ്മാനിയെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത്. അപ്പം അത് ഈ പാഠത്തെ ആസ്പദമാക്കിയിട്ട് നിങ്ങൾ അതിൽ വന്നത് എഴുതുക. പരിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ അറബിയിലാണെങ്കിലും സാധാരണ അറബി എഴുതുന്ന പൊതു നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായാണ് ഖുർആനിലെ പല പദങ്ങളും എഴുതിയത്. ഈ എഴുത്ത് രീതിയാണ് അൽ റസ്മുൽ ഉസ്മാനി. ഈ രീതിക്ക് വിരുദ്ധമായി ഖുർആൻ എഴുതാൻ പാടില്ല. റസ്മുൽ ഉസ്മാനിയിൽ പ്രധാനമായും 6 നിയമങ്ങളുണ്ട്. ഹദഫ് അക്ഷരങ്ങൾ ഒഴിവാക്കൽ, പിന്നെ സിയാദ അക്ഷരങ്ങൾ കൂടുതലാക്കൽ, അൽ ബദല് ഒരക്ഷരത്തിന് പകരം മറ്റൊന്ന് കൊണ്ടുവരൽ, ഹംസിൻ്റെ വ്യത്യസ്തമായ എഴുത്ത് രീതി, വസ്ല് പിരിച്ചെഴുതേണ്ടതിനെ ചേർത്തെഴുതൽ, പിരിച്ചെഴുതേണ്ട കലിമത്തിനെ ചേർത്തെഴുതൽ. അടുത്തത് ഫസ്ല്, എന്താണ്? ചേർത്ത് എഴുതേണ്ടതിനെ 2ആയി പിരിച്ചെഴുതൽ. പിന്നെ മാഫി കിറാത്താനി ഫക്കുത്തുബി ഇഹ്ദാഹുമ 2 വിധം കിറാത്തുള്ള പദങ്ങളെ ഒരു കിറാത്ത് പ്രകാരം എഴുതുക. ഇത്ര എഴുതിയിട്ട് നമുക്കത് റസ്മുൽ ഉസ്മാനിയെ കുറിച്ചിട്ട് 5 വരിയിൽ കുറയാതെ എഴുതാം. അടുത്തത് പിന്നെ വന്നത് തഫീം അലിഫു അൽ വാവ്. അപ്പം അത് മനസ്സിലാക്കുക എന്താണ്. അപ്പം അതിനെക്കുറിച്ച് എന്താ എഴുതാം? അലിഫ് വാവ് ലാമ് റാ എന്നിവക്ക് തർക്കീക്ക് തഫീം എന്നീ 2 അവസ്ഥകളുണ്ട്. അതിൽ അലിഫ് വാവ് എന്നിവക്ക് തഫീമും തർക്കീക്കും
പ്രത്യേകം വരുന്നത് തഫീമിൻ്റെ ഹർഫുകളെ നീട്ടാൻ വന്ന അലിഫിനെയും വാവിനെയും തഫീം ചെയ്യണം. തർക്കീക്കിൻ്റെ ഹർഫുകളെ നീട്ടാൻ വരുന്നതിന് തർക്കീക്ക് ചെയ്യണം. അപ്പോൾ അതൊക്കെ അത്രയൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ചിട്ട് 5 വരിയിൽ കുറയാതെ എഴുതുക. ഉദാഹരണങ്ങളൊക്കെ എഴുതിയേക്കാൻ നിങ്ങൾക്ക് പാഠഭാഗത്ത് പറഞ്ഞ അതിൽ വന്ന വസ്സോഫാത്തി സൊഫ, വക്കിതാബി മസ്തൂറ, അതൊക്കെ ഉദാഹരണം മനസ്സിലാക്കിയിട്ട് എഴുതാം. അപ്പോൾ ഇത്രയാണ് തജ്വീദുൽ ഖുർആനിൽ ചോദ്യപേപ്പറിൽ വന്നത്. എല്ലാവരും മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.